ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ആര്യൻ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുക. ധർമ്മൻ ഓടിച്ചെന്നു. എടാ ആര്യ, നീ എവിടെയായിരുന്നെടാ? അതെ, ദേവമംഗലത്ത് വെച്ച് പായസം കൃഷ്ണമംഗലത്ത് അവർ സ്വീകരിച്ചിടാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടെ അങ്ങ് ചെല്ലുന്നേ. അപ്പോഴത്തേക്കും മിത്ര ഉള്ളിൽ നിന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുക. ഈ സമയത്ത് ആര്യ എന്ന് പറഞ്ഞ അച്ഛൻ വിളിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇറങ്ങി ചെല്ലും. മീനും അതുപോലെ ഗോമതിയും കൂടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. മോനെ, നിന്നെ കാത്തിരിക്കായിരുന്നു ഞങ്ങൾ, വാ ഓണസദ്യ കഴിക്കാവെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ മോനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകണം. ആ സമയം അല്ലടാ ആര്യ, നീ ഒറ്റയ്ക്ക് ടാക്സി പിടിച്ചു വന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, ഒരാളും കൂടി ഉണ്ട് എന്ന് ആര്യം പറയാം. അപ്പം അത് കേട്ടപ്പോഴത്തേക്കും ഗോമതിയുടെ നെഞ്ചിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് ധർമ്മൻ ചോദിച്ചു, ഇനി ഒരാളോ? അതാരാടാ എന്ന്. അപ്പോഴേക്കും നമ്മുടെ ആര്യം ചെന്ന് അതായത് ഡോറ് തുറക്കുന്നു. ഡോറ് തുറന്നപ്പോൾ അതിൽ നിന്ന് മിത്ര ഇറങ്ങി വരുവാണ്. മിത്ര ഇറങ്ങി വന്ന് ഇവരുടെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും കൃഷ്ണമംഗലംകാരൻ ഞെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. മിത്രയുടെ കഴുത്തിൽ താലിയുണ്ട്, നെറ്റിയിൽ സിന്ദൂരമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നോക്കുമ്പോൾ ദേ ആരും നമ്മുടെ മിത്രയെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിത് ഓടുക. അപ്പോഴത്തേക്കും അച്യുതൻ്റെ ഭാര്യയും പിന്നാലെ ഓടുവാണ്. ആ സമയം അച്യുതൻ ഭാര്യയെ പിടിച്ച് നിർത്തി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുന്നു. ടാക്സിയുടെ വഴിക്കും പോയി. അപ്പോഴത്തേക്കും നന്ദിത ഓടി വന്നിട്ട് മോളേന്നും പറഞ്ഞ അമ്മ മോളെ കെട്ടിപ്പിടിക്കാം, ഞങ്ങളെയൊക്കെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് നീ ഇത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു അമ്മ. അപ്പം മിത്ര ആരെയോ പേടിച്ച് നിൽക്കുക. ആദ്യം കൂട്ടിക്കൊണ്ട് പോയി സമാധാനിപ്പിക്കാൻ പറഞ്ഞു നമ്മുടെ ബാലൻ. അപ്പം മോളെ നീ എവിടെയായിരുന്നു, ഇവിടുന്ന് നീ എങ്ങോട്ടാണ് പോയത്, എല്ലാം അറിയണം, എല്ലാം പറയണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. നിനക്ക് എന്താ സംഭവിച്ചതെന്ന് പറ മോളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എവിടെ വെച്ചാൽ മിത്രയെ കണ്ടതെന്നൊക്കെ ബാലൻ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും ഇന്ദിരാമ അങ്ങോട്ടേക്ക് പോകണു. ഓരോരുത്തരായിട്ട് പിന്നാലെ, അതായത് കൃഷ്ണമംഗലത്തൊന്ന് പിന്നാലെ ചെല്ലുക. അപ്പോൾ ആര്യ, നിനക്കറിയാം ഇവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാമെന്നൊക്കെ ചോദിച്ചാൽ ആനന്ദം അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ആകാശ് ചോദിച്ചു, നിനക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ എന്നൊക്കെ. അപ്പോൾ രണ്ടുപേരിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാൻ ധർമ്മൻ. ഇപ്പോൾ മോളെ പറ എന്ന് പറഞ്ഞ് എല്ലാവരും ചുറ്റിനും നിന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ അച്ചമ്മ എന്നും പറഞ്ഞ് വിളിച്ച് അച്ചമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മിത്ര ഭയങ്കര കരച്ചിൽ. എന്നാൽ അച്ചമ്മയെ വിട്ടിട്ട് നീ മാറി നിന്ന് കളഞ്ഞല്ലോടി എന്നും പറഞ്ഞുകൊണ്ടാണ് അച്ചമ്മ കരയുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മിത്രയോട് ചോദിക്കുന്നു, ആര്യനോട് ചോദിക്കുന്നു. എല്ലാവരും ഇങ്ങനെ എന്താണെന്ന് അറിയാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ അമ്മ മിത്രയുടെ കഴുത്തിൽ കിടക്കുന്ന താലി കണ്ടത്. താലി കണ്ടപ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞോടി മോളെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അവർ ഞെട്ടി. അവർക്കൊക്കെ ആകെ ഇതായിട്ടോ. എല്ലാവരും ഭയങ്കര ടെൻഷനാവും. അയ്യോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി അവിടെ നിന്ന് ടെൻഷനും പേടിയും വെപ്രാളവും ഒക്കെ കാണിക്കുവാണ്. അങ്ങനെ അനന്തേട്ടാ ഇത് കണ്ടില്ലേ, ഇവളുടെ കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിത അനന്തനെ കാണിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ അലോക് വന്നിട്ട് മിത്രയെ പിടിച്ച് തള്ളിയിട്ട് തല്ലി. ആരാ നിന്നെ കല്യാണം കഴിച്ചത്, പറയടി, എടി പറയാ എന്നും പറഞ്ഞിട്ട് ദേ അലോക് തല്ലാനായിട്ട് കൈ ഇങ്ങനെ ഓങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ആര്യൻ കയറി അലോകിൻ്റെ കൈക്ക് പിടിച്ചു. ആ സമയത്ത് ഞാൻ അവളെ കെട്ടിയതെന്നും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടല. നമ്മുടെ ബാലൻ സഹിതം എല്ലാവരും പൊളിച്ചിങ്ങനെ നിന്നുപോയി. ആരും പ്രതികരിക്കുന്നില്ല, എല്ലാവരും ഞെട്ടിപ്പോയി. മിത്രയും ഞാനും ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ ആര്യം പറയുന്നു. അപ്പോഴേക്കും അയാൾ കിടന്ന് ഗോമതിയുടെ കൈയും കാലും എന്താ പറഞ്ഞാൽ കൂട്ടടി മണിയടിയില്ലെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടുകാർ പരസ്പരം ശത്രുക്കളായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തി തരില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒളിച്ചോടിയതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും അവർക്കൊന്ന് ടെൻഷൻ ആവും കേട്ടോ നമ്മുടെ ഗോമതി. മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കല്യാണ തലേന്ന് ഇവളെയും വിളിച്ചുകൊണ്ട് ഞാൻ പോയതെന്നൊക്കെ പറഞ്ഞങ്ങനെ. പക്ഷെ ആർക്കും അതങ്ങോട്ടൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇനി മുതൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്ന് പറഞ്ഞപ്പോൾ അലോഹിൻ്റെ പൊല്ലൊക്കെ അങ്ങ് ഇറങ്ങി അങ്ങ് ഭയങ്കര ദേഷ്യത്തിലാണ് അലോക് നിൽക്കുന്നത്. അതുപോലെ തന്നെ അനന്തനും അച്യുതനും ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുമ്പം എടാ ചതിയാ, നീ ഞങ്ങളുടെ മിത്രയെ തട്ടിയെടുക്കുമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അലോക് ആരുടെ നേരെ ചെന്നു. നീ ഞാൻ കൊല്ലുവിടാമെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും ഗോമതിയും മീനും കൂടെ ഓടിച്ചെന്നു. പിന്നെ അങ്ങോട്ട് പിടി വലി തള്ള അടി ഇടിയൊക്കെ. അപ്പോൾ അതേ നമ്മുടെ ആനന്ദ് ഇടയ്ക്ക് കയറി. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കം കൂടുകയല്ല വേണ്ടത്, കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയാണ് വേണ്ടത്, കയ്യൊക്കെ കാണിക്കാൻ ആരും വരണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ആനന്ദ് പറയുക. അപ്പോഴത്തേക്കും മോളെ മിത്ര നിനക്കെന്താ ഭ്രാന്തായി പോയൊന്നും ചോദിച്ചുകൊണ്ട് ദേ അങ്ങോട്ട് വന്നു നമ്മുടെ അച്യുതൻ്റെ ഭാര്യ. ഇങ്ങനെ ഒരു ബന്ധം എങ്ങനെ നിൻ്റെ മനസ്സിൽ വന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ നമ്മുടെ ബാലനെ പിടിച്ചു വലിച്ചഴിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ദേ ഈ നിൽക്കുന്നവൻ ഇവനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ, ഇവൻ്റെ മോനെ കൊണ്ട് ഇവൻ ചെയ്യിച്ചതാ ഇതൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് പാവം ഒന്നും അറിയാത്ത ബാലൻ്റെ തലയിലേക്ക് പഴി കൊണ്ട് അങ്ങ് ഇടുക കേട്ടോ. എല്ലാവരും ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ ഗോമതിയൊക്കെ സ്വന്തം മോനെ കൊണ്ട് അടുത്ത വീട്ടിലെ പെണ്ണിനെ പ്രേമിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു ജന്മം, നിന്റെ 100 തലമുറ നശിച്ചു പോകൂടാന്നും പറഞ്ഞുകൊണ്ട് ബാലനെ ശപിക്കുക ഇവര്. അപ്പോഴേക്കും എടാ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ. അപ്പോഴേക്കതേ നമ്മുടെ മിത്ര അവിടെ നിന്നിങ്ങനെ ഭയങ്കര കരച്ചിൽ. എല്ലാവർക്കും ആകെ സങ്കടമായി. അപ്പോൾ എടാ ബാല, ഇതൊക്കെ കണക്ക് കൂട്ടിയാണല്ലേ, ഓണമാണ്, സ്നേഹമാണ്, ശത്രുതയൊക്കെ തീരുന്നു എന്ന് പറഞ്ഞ് നീ പായസം കൊടുത്തു വിട്ടത് എന്ന് അനന്തം പറഞ്ഞപ്പോൾ
ബാലൻ ഞെട്ടി. ഇങ്ങനെയൊക്കെ ചതിക്കാനും അവഹേളിക്കാനും നിനക്ക് എങ്ങനെ സാധിക്കുന്നിടാ എന്നൊക്കെ അനന്തൻ. അപ്പോഴേക്കും നമ്മുടെ ഇന്ദിരാമ്മ മോഹനെയൊന്നും വിളിച്ച് ഇടയ്ക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ അമ്മയൊന്നും ആരും ഗൗനിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു പ്രശ്നം ഇതെങ്ങനെ ആളിപ്പടരുക. ഏട്ടാ, ആ പായസത്തിൽ ഇവൻ വിഷം കലർത്തിയിട്ടുണ്ടോയെന്ന് എൻ്റെ സംശയം എന്ന് അച്യുതൻ പറഞ്ഞപ്പം എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആകാശ് ചെന്നു. അപ്പം ആകാശ മിണ്ടിപ്പോകരുതെന്ന് ബാലൻ. ഇവൻ്റെ നാടകം കണ്ടില്ലേ ഏട്ടാ, മിണ്ടിപ്പോകരുതെന്നും. മനസ്സിൽ കണ്ടതെല്ലാം നടത്തിയെടുത്തു. സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു ബന്ധം സ്ഥാപിച്ചെടുത്തിട്ട് അച്ഛനും അമ്മയും മക്കളും കൂടെ ചേർന്ന് നാടകം കളിക്കുന്നതെന്നൊക്കെ അച്യുതൻ പറയാം. അപ്പം എടാ ആര്യ, നീ ഞങ്ങളെ ചതിച്ചു കളഞ്ഞല്ലോടാന്ന് പറഞ്ഞ് ബാലൻ ചെന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ വേണ്ട വിട് ബാലേട്ടാ വിട് എന്നും പറഞ്ഞിട്ട് ഗോമതി ഇങ്ങനെ. അപ്പോൾ എങ്ങനെ തോന്നിയേടാ എന്നിങ്ങനെ നമ്മുടെ ബാലൻ ചോദിക്കുമ്പോൾ ഒരാണും പെണ്ണും തമ്മിൽ സ്നേഹിക്കുന്നത് ഈ കുടുംബത്ത് ആദ്യം നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയില്ലേ, പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്കും അറിയില്ലേ എന്ന് ആര്യൻ ചോദിച്ചു. ഞങ്ങൾ ചെയ്തത് തെറ്റാണെങ്കിൽ ആ തെറ്റ് തുടങ്ങി വെച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേന്നും ആര്യം ചോദിക്കുക. അതുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വരുന്നവരെ ആദ്യം സ്വയം ഒന്ന് ചിന്തിക്കാനും പറഞ്ഞു. പിന്നെ അലോഹേ ദേ, ഇപ്പം നീ തല്ലിയ ഞാൻ ചിലപ്പോൾ നിന്ന് കൊള്ളും. കാരണം നീ എൻ്റെ ഭാര്യ സഹോദരനാ അളിയൻ എന്ന് പറഞ്ഞപ്പോൾ നിർത്തടാ നിന്റെ പ്രസംഗം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് അലോഹെ. അപ്പോൾ പ്രസംഗിക്കട്ടേടാ, പ്രസംഗിച്ച് തീരട്ടേടാ എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന മനസ്സുകളെ തമ്മിൽ തിരിക്കാനല്ല പിരിക്കാൻ ആരും ശ്രമിക്കണ്ടെന്ന് പറഞ്ഞു. അച്ഛനെയും അമ്മയെയും അകറ്റാൻ ശ്രമിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നമ്മുടെ ആര്യൻ ഇവരോട് ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. ഗോമതിയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുക കേട്ടോ. എല്ലാവർക്കും ആകെ പേടിയാണ്. അതുകൊണ്ട് ബഹളം കാണിച്ചും ഭീഷണിപ്പെടുത്തിയും ഞങ്ങളെ വേർപിരിക്കാമെന്ന് ആരും കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരിൽ നിന്നിങ്ങനെ സംസാരിക്കുന്നു. ബാലനാണെ തല കുനിച്ച് നിൽക്കുക. തല ഉയർത്തിപ്പിടിക്കാൻ ബാലനും കഴിയുന്നില്ല. ഈ വിവാഹം നിങ്ങൾക്ക് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ആര്യൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിവർന്ന് നിന്നങ്ങ് പറയുന്നു. ഇപ്പോൾ ഞങ്ങളെ ഒന്നിപ്പിച്ച ആ ഒരു ശക്തിക്ക് ഞങ്ങൾ നന്ദി പറയുകയാണെന്നും പറഞ്ഞ് ആര്യൻ. ആ സമയത്തും ഗോമതി ഇങ്ങനെ മീനുവിനെ നോക്കുവാണ്. എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ ഗൃഹപ്രവേശം നടത്താൻ പോവുക, നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ മിത്രയൊന്ന് അനുഗ്രഹിക്കണം എന്നിങ്ങനെ ആരും പറഞ്ഞപ്പോൾ നിർത്തടാ എന്ന് പറഞ്ഞ് അച്യുതൻ്റെ ഭയങ്കര ഒച്ച. ഞങ്ങളുടെ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി നിൻ്റെ അച്ഛനും നീയും കൂടെ കരുതിക്കൂട്ടി ചെയ്തതല്ലേടാ ഇതൊക്കെയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അയ്യോ അല്ലാന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ നമ്മുടെ ഗോമതി അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുക. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല. നാട്ടുകാരുടെ മുന്നിൽ കൃഷ്ണമംഗലത്തെ താറടിച്ച് കാണിക്കണം, അതല്ലായിരുന്നോടാ നിൻ്റെ ഉദ്ദേശമെന്ന് അച്യുതൻ ചോദിക്കുന്നു. അതിനും ആര്യനൊന്നും മിണ്ടുന്നില്ല. മിത്രയെ ഭീഷണിപ്പെടുത്തിയാവും ഇവൻ കല്യാണം കഴിച്ചത്. ഇവനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞ് അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോഴത്തേക്കും മതി നിർത്ത്, തല്ലാൻ വരട്ടെ. മിത്രേ, നിന്റെ വീട്ടുകാർ പറയുന്ന മുഴുവൻ നീ കേട്ടില്ലേ? അവരെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താനാ ഞാൻ നിന്നെ കല്യാണം കഴിച്ചതെന്ന് നീ പറഞ്ഞു കൊടുക്ക. അവരോട് കാര്യം പറ. നമ്മുടെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് നീ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇവരൊന്ന് കേൾക്കട്ടെ എന്ന് ആരും പറഞ്ഞപ്പം ഈശ്വര മിത്ര ഇപ്പം എല്ലാം വിളിച്ച് പറയൂ എന്ന് ഗോമതി ഇങ്ങനെ പറയുവാണേ. അപ്പോഴേ മീനുവിനോട് പറയാം. അപ്പോഴേക്കും ഇവിടെ മീനുവിനും ടെൻഷനായി, ഇതേമേ പറയുമെന്ന്. ആ സമയത്ത് അച്ഛാ, ഇളയച്ച, എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നും മിത്ര പറഞ്ഞു. ആര്യൻ പറഞ്ഞതുപോലെ വളരെ കാലത്തിലായിട്ട് ഞങ്ങൾ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ മിത്ര പറയാം. ഇതൊക്കെ കേട്ടപ്പോഴാണ് ഗോമതിക്കൊന്ന് സമാധാനമായത്. അതുപോലെ തന്നെ ബാലൻ ഇതൊന്നും കേട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കല്യാണാലോചന വന്നപ്പോൾ വിവാഹം ഉടനെ വേണ്ടാന്ന് പറഞ്ഞത് അതുകൊണ്ടാണെന്നും പറഞ്ഞു മിത്ര പറയണു. അപ്പോഴെല്ലാം നന്ദിതയൊക്കെ ഇങ്ങനെ ഭയങ്കര കരച്ചില കേട്ടോ. മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ ആര്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇവരെല്ലാവരും കൂടെ ചേർത്ത് നടത്തുന്ന ഗൂഢാലോചനയായിരുന്നു. പക്ഷേ പാവം ഇത്ര ഇതിൽ വീണു പോയതാ, ഇവളെ സൂത്രത്തിൽ വസത്താക്കിയെടുത്തത് ഇവനെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അലോഹ് ചെല്ലുമ്പോഴത്തേക്കും മിത്രേ നീങ്ങ് വന്നേന്നും പറഞ്ഞുകൊണ്ട് അലോഹിൻ്റെ അമ്മ വിളിച്ചുകൊണ്ട് പോവാം. നീ വല്ല പ്രണയവും പ്രേമം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സ്നേഹം സഹിക്കാൻ പറ്റാതെ ഓടിപ്പോയോ, വീട്ടിലെ സ്വർണം കൂടി കൊണ്ടുപോകുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ അയ്യോ ഇനി സ്വർണം ഞാൻ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ അനന്തേട്ടൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വർണം, അതുപോലെ പണം, അതൊക്കെ എവിടെ? അത് തിരിച്ചു വെക്കാനായിട്ട് പറയണു ഇളയമ്മ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മിത്ര ആകെ പെട്ടുപോയി. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എടി എന്താടി നിൽക്കുന്നത്, സ്വർണവും പണം എവിടെ? 100 പവൻ്റെ സ്വർണം അതിങ്ങ് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചിലവായി പോയെന്ന് ആര്യൻ. അപ്പോഴത്തേക്ക് അച്യുതൻ ചെന്നിട്ട് എന്താടാ പറഞ്ഞ് 100 പവൻ സ്വർണം 2 ദിവസം കൊണ്ട് ചിലവായിരുന്നു. അപ്പോൾ അത് ചിലവായി പോയെന്ന് പറഞ്ഞു ആര്യൻ. അപ്പോഴത്തേക്കും സ്വർണ്ണം തിരിച്ചടാന്ന് അലോഹ്. പിന്നെ ഉന്തും തള്ളും പിടിയും വലിയൊക്കെ ആയി. അപ്പോൾ ബാല നീ വലിയ അഭിമാനിയാണെന്നല്ലേ നാടിനെ പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്നത്, എന്നിട്ട് ഞാൻ മോനെ ഉപയോഗിച്ച് ഞങ്ങൾ സ്വർണം മോഷ്ടിച്ചല്ലേ, നീ കള്ളനാ, പേരും കള്ളൻ എന്നും പറഞ്ഞ് മോഷ്ടിച്ചെടുത്തല്ല ഞങ്ങൾ തിരികെ വാങ്ങിക്കൂടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഗോമതി അങ്ങ് ചെന്നു. ആരാ നിങ്ങളുടെ സ്വർണം മോഷ്ടിച്ച് നിങ്ങൾ പറയുന്നത്, ബാലേട്ടനോ? അതൊന്നും പറഞ്ഞ് ഗോമതി ചെന്നപ്പോൾ ഗോമതി വേണ്ടാന്ന് പറഞ്ഞു. ഇല്ല, ബാലേട്ടനെ
കള്ളനാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേ നമ്മുടെ ഗോമതി അങ്ങ് ചെല്ലുമ്പോൾ സ്വർണത്തിൻ്റെ കാര്യം ഇവിടെ ഒന്നും പറയണ്ട, അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാ, ഞാൻ പറഞ്ഞില്ലേ അത് ചിലവായി പോയെന്ന്, ഇല്ലെങ്കിൽ ദേ മിത്ര പറയട്ടെ. അപ്പം എൻ്റെ മോളെ ഇത് നീ എത്ര വലിയ അബദ്ധമായി കാണിച്ചതെന്നൊക്കെ ചോദിക്കുക കേട്ടോ. അന്നേരം അമ്മയും നീ എത്ര വലിയ അബദ്ധമായി കാണിച്ചിരിക്കുന്നത്, അപ്പോൾ അമ്മയും ഇളയമയും അച്ഛനെയും ഒക്കെ മറന്നിട്ട് എങ്ങനെയാണ് നീ ഒരു അബദ്ധം കാണിച്ചതെന്ന് ചോദിച്ചു. ഏട്ടത്തി വിഷമിക്കല്ലേ അച്യുതാ മിത്രേ, ദേ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളെ നീ തകർത്ത് കളഞ്ഞല്ലോടി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അനന്തൻ അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് ചെന്നു. അനന്തൻ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാർക്കും പിന്നൊന്നും പറയാനില്ല. നീ ഈ ചെയ്തതിന് നിനക്കൊരിക്കലും മാപ്പില്ല എന്ന് അനന്തനാണെങ്കിൽ മകളോട് പറയുന്നു. മറ്റാരെ നീ വിവാഹം ചെയ്തിരുന്നെങ്കിലും ഞാൻ നിന്നോട് ക്ഷമിക്കുമായിരുന്നു, പക്ഷേ ഇത് ഞാൻ ക്ഷമിക്കില്ല. നമ്മുടെ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ മനുഷ്യൻ്റെ മകനെ കല്യാണം കഴിച്ചത് ജീവിത അവസാനം വരെ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛാന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അങ്ങനെ നമ്മുടെ മീനു ആണെങ്കിൽ ഗോമതിയുടെ നേരെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിക്കുക കേട്ടോ. അപ്പോൾ അതിന് നിനക്ക് ജീവിതത്തിൽ മാപ്പില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പൊത്തിപ്പിടിച്ചു ഭയങ്കര കരച്ചിലാണ് നമ്മുടെ അനന്തൻ. ബാലൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിസ്സഹായനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. തെറ്റ് അത് ആർക്കും പറ്റുന്നതാണ്, പക്ഷേ ഇതുപോലൊരു തെറ്റ് അത് നീ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്, ഇവരുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോളോട് അച്ഛൻ അവസാനമായിട്ടൊരു കാര്യം പറയുക, ഈ താലി ഇത് നിനക്ക് വേണ്ട, ഇത് അഴിച്ചു കൊടുത്ത് നീ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എൻ്റെ മോളെ അച്ഛൻ സ്വീകരിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ മിത്ര ഇങ്ങനെ താലിയിൽ പിടിക്കുക, നിന്നെ ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം, പഴയ മിത്രയായി തന്നെ ഞങ്ങൾ സ്വീകരിക്കാം. നിനക്ക് ചിലപ്പോൾ അബദ്ധം പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ നിന്നെ അബദ്ധത്തിൽ പെടുത്തിയതായിരിക്കും. എൻ്റെ പൊന്നുമോള് വരാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ ആര്യനെ പറ്റിയ അവസരമാണെന്ന് മനസ്സിലായി. ആര്യനെ ഇങ്ങനെ നിന്ന് ആലോചിക്കുക, എല്ലാവരും ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കുന്നു, മിത്ര താലി അഴിക്കുകയോ ഇല്ലയോ എന്നുള്ളൊരിതിൽ. അപ്പോൾ നന്ദിതയും പറഞ്ഞു, മോളെ അച്ഛൻ പറഞ്ഞത് എൻ്റെ മോള് കേട്ടില്ലേ, കഴിഞ്ഞതൊക്കെ നീ അങ്ങ് ഞങ്ങളും മറക്കാം, എൻ്റെ മോള് വാ മോളെ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോഴേക്കും ആര്യൻ ഇങ്ങനെ നോക്കുക കേട്ടോ. ആര്യൻ ഇത് പറ്റിയ അവസരമാണെന്നുള്ളതിൽ മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുന്നു. നോക്ക്, നിനക്ക് രക്ഷപ്പെടാനുള്ള അവസാന അവസരമാണ് തന്നിരിക്കുന്നത്, താലി പൊട്ടിച്ച് അവൻ്റെ കൈ കൊടുത്തിട്ട് നീ വരാൻ പറഞ്ഞു. ആ സമയത്ത് മിത്ര ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ മിത്രയെ വിളിക്കുന്നു. എന്നിട്ട് മാറ്റി നിർത്തിയിട്ട് ഇത് നല്ലൊരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇവരെ തന്നെ ഉറ്റു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു അവസരം നമുക്ക് കിട്ടില്ല, നിന്റെ വീട്ടുകാർ തിരിച്ചു പിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് നമ്മുടെ ആര്യം പറയുന്നു. എൻ്റെ അമ്മയും ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് കാണില്ല, എന്തായാലും ഇതൊരു അവസരം തന്നെയാണെന്നുള്ള കാര്യം പറഞ്ഞ് നീ ആ താലി ഇങ്ങ് അഴിച്ചു തരാൻ നമ്മുടെ ആര്യൻ മിത്രയോട് പറയുന്നു. മിത്ര അന്നേരത്തേക്ക് ഈ താലിയെ പിടിച്ചിങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ കെട്ടി മണിക്കൂറുകൾക്കകം തന്നെ താലി അഴിച്ച് കിട്ടാനുള്ള ഒരു ഇത്. അപ്പോൾ അത് പൊട്ടിക്കാനായിട്ട് നമ്മുടെ ആര്യൻ മിത്രയോട് പറയാം, എന്നിട്ട് നീ പോയി രക്ഷപ്പെടാൻ പറഞ്ഞ് അങ്ങനെ പറയുന്നു. ആര്യൻ അന്നേരം ഇത് പറഞ്ഞപ്പോൾ മിത്ര നിന്നിങ്ങനെ ആലോചിക്കുക, വേണോ വേണ്ടത്. അപ്പോൾ ഗോമതി ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് ബാലനും നോക്കുന്നു. അപ്പം വേണ്ടാന്നുള്ള രീതിയിൽ ഗോമതി ഇങ്ങനെ തലയാട്ടി കാണിക്കുക ആ ബാലൻ്റെ നേരെ. ഒരു ഭീകര പ്രശ്നം ഇവിടെ അവസാനിക്കുമെന്നും പറഞ്ഞു ആര്യൻ ഇങ്ങനെ മിത്രയോട് പറഞ്ഞു കൊടുക്കുന്നു. മിത്ര ഒന്നും മിണ്ടുന്നില്ല, മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇങ്ങനെ നോക്കുക. അച്യുതനും അതുപോലെ അനന്തനും എല്ലാവരും ഇങ്ങനെ ശ്രദ്ധയോടുകൂടി നോക്കി നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ടേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മിത്ര ആ താലി എടുത്ത് കയ്യിലേക്ക് പിടിച്ചു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുമോ, ദൈവമേ പൊട്ടിക്കോ അഴിക്കുമോ. മിത്ര ഇങ്ങനെ താലി ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കുക. ആര്യനും ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ പൊട്ടിച്ച് കളഞ്ഞിട്ട് വാ എന്ന് അലോഹ അവിടെ നിന്ന് പറയുന്നു. ആ സമയത്ത് നമ്മുടെ മിത്ര താലി പിടിച്ച് ആര്യനെ നേരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ വലിച്ച് പൊട്ടിക്കാൻ തന്നെ പറയുന്നു നമ്മുടെ ആര്യൻ. മിത്രയാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഈ താലി ഇങ്ങനെ പിടിച്ച് വലിക്കാനായിട്ട് ഇങ്ങനെ നോക്കി. ആ സമയത്ത് നമ്മുടെ മിത്രയുടെ മനസ്സിലേക്ക് കണ്ണൻ്റെ മുന്നിൽ വെച്ച് ആര്യൻ താലി കെട്ടിയത് ഓർമ്മ വന്നു. അങ്ങനെ ആലോചിച്ച് നിൽക്കാതെ ഇത് പൊട്ടിക്കാൻ പറഞ്ഞു ആര്യൻ. ആ സമയത്ത് ഇത് കെട്ടിയ ആൾ തന്നെ പൊട്ടിച്ചേക്കാൻ പറയുവാണ് നമ്മുടെ മിത്ര. ആ സമയത്ത് ആര്യനാകെ ധർമ്മസങ്കടത്തിലായി. പൊട്ടിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ആര്യൻ ആ താലി പൊട്ടിക്കാനായിട്ട് പിടിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്, ഹിന്ദും സംഭവിക്കാം എന്നുള്ളൊരിത്. ആ സമയത്ത് അതേ ചിന്ത തന്നെ നമ്മുടെ ആര്യൻ്റെ മനസ്സിലേക്കും വന്നു, അവിടെ വെച്ച് കെട്ടിയതും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ആര്യനും ആകെ ധർമ്മസങ്കടത്തിലായി പോയി, കെട്ടാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ അമ്മയ്ക്ക് കൊടുത്ത വാക്കൊക്കെ ആലോചിക്കാം. അപ്പം മിത്രയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയാത്, അത് മരണം വരെ അവളുടെ കഴുത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്ന് നമ്മുടെ ആര്യനിങ്ങനെ പറഞ്ഞപ്പം, അച്യുതാ മിത്രയുടെ തീരുമാനം ഇവരെ അറിയിച്ചു കഴിഞ്ഞു, ഇനി മിത്രയുമായി നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്ന് ആനന്ദം പറഞ്ഞു. എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണെന്ന് പറഞ്ഞ് മകളുടെ മുന്നിലേക്ക് ചെന്ന്, ഇനി നീ എൻ്റെ മകളല്ല എന്നും അച്ഛൻ പറയുന്നു.
അപ്പോൾ എല്ലാവരും ഒന്നും പറഞ്ഞ് അനന്തൻ അങ്ങ് പോണു. മിത്ര അവിടെ ഒറ്റപ്പെട്ടു ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് നന്ദിത മോളെ മോളെ എന്ന് വിളിച്ച് ഭയങ്കര കരച്ചിലാണ്. അപ്പോഴേക്കും ആര്യൻ മിത്രയെ പിടിച്ച് വലിച്ച് വീട്ടിലേക്ക് കയറാനായിട്ട് അച്ഛൻ്റെ മുന്നിൽ ചെന്നിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. ഒരു ഇട്ടിവെട്ട് എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തേത്. ആരും മിസ് ചെയ്ത് കളയരുതിട്ട് എല്ലാവരും കാണണേ. എല്ലാവർക്കും നന്ദി.